വെൽക്കം ടു ഡ്രീം ഷോർ. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഡ്രീം ഷോർ PSCയുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, ജൂനിയർ അക്കൗണ്ടൻറ്റ് എക്സാമിൻ്റെ കൺഫർമേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട്. സെപ്റ്റംബറിലാണ് നമുക്ക് എക്സാം ഉള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. നമ്മുടെ ചാനലിൽ നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട് ജൂനിയർ അക്കൗണ്ടൻറ്റ് എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു എക്സാമിന് പഠിക്കുമ്പോൾ, നമ്മൾ ഏതൊരു എക്സാമിനും തയ്യാറെടുക്കുമ്പോൾ എക്സാമിൻ്റെ സിലബസാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു എക്സാമിനും ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ജൂനിയർ അക്കൗണ്ടൻറ്റ് എക്സാമിൻ്റെ സിലബസ്, എങ്ങനെയായിരിക്കും, അതിലേതൊക്കെ സബ്ജക്ട്സ് ആയിരിക്കും വരുന്നത് എന്നൊക്കെ. അപ്പോൾ ഈ ഒരു സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനൽ ഉടൻ തന്നെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ആദ്യം എന്താണ് സിലബസ് എന്ന് നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിൻ്റെ സിലബസ് ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്നാണ് നമുക്ക് ഈ എക്സാമിന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇതിലാദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഈ എക്സാമിന് വരുന്ന സിലബസിൽ ഫസ്റ്റ് പറയുന്നത് അക്കൗണ്ടിങ്ങിൽ വരുന്നത് എന്തൊക്കെയാണ്, അക്കൗണ്ടിങ്ങിൽ നിന്ന് നമുക്ക് ചോദിക്കുന്നത് എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്, principles, accounting standard, accounts for a sole trader, financial statement, final accounts of sole trader, trading and profit and loss account, balance sheet, partnership accounts, admission and retirement, dissolution of partnership firm, realization accounts and capital accounts, insolvency of a partner, accounting for consignment, final accounts of companies, computerized accounting and usage of software in preparation of accounts. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് അക്കൗണ്ട്സിൽ വരുന്നത്. സാധാരണ ഒരു +2 ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചെടുക്കാം. സിലബസിൽ വരുന്ന ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചെടുക്കാം. പിന്നെ നെക്സ്റ്റ് സിലബസിൽ വരുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഫിനാൻസിങ് ഡിസിഷൻ, ക്യാപിറ്റൽ സ്ട്രക്ചർ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ, മാനേജ്മെൻറ്റ് ഓഫ് ക്യാഷ്, റിസീവബിൾസ് മാനേജ്മെൻറ്റ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, ഡിവിഡൻഡ് പോളിസി, ഫോംസ് ഓഫ് ഡിവിഡൻഡ്, ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് പോളിസി, ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ഡിവിഡൻഡ്, തിയറീസ് ഓഫ് ഡിവിഡൻഡ് പോളിസി, സ്റ്റോക്ക് സ്പ്ലിറ്റ്, സ്റ്റോക്ക് റീപർച്ചേസ്. ഇത്ര കാര്യങ്ങൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നമുക്ക് സിലബസിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ നമുക്കൊരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഇത് നമുക്ക് പ്രതീക്ഷിക്കാം. ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ ഇന്ത്യ, ഫിനാൻഷ്യൽ സിസ്റ്റം, ഫിനാൻഷ്യൽ മാർക്കറ്റ്, സ്ട്രക്ചർ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, പ്രൈമറി മാർക്കറ്റ്, മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ, പബ്ലിക് ഇഷ്യൂ, IPO, FPO, പ്രൊസീജിയേഴ്സ് ഓഫ് public issue, book building processes, secondary market, functions of stock exchange, decentralization of security, major stock exchanges in India, BSE, NSE, listing regulatory framework of financial market. ഇത്ര കാര്യങ്ങളാണ് ഈ ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ള ഭാഗത്തുനിന്ന് നമുക്ക് സിലബസിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഫണ്ടമെൻറ്റൽസ് ഓഫ് ഇൻകം ടാക്സ് ആണ്. അതിൽ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതിൽ വരുന്നത് ഇൻകം ടാക്സ് ആക്ട്, ബേസിക് കോൺസെപ്റ്റ്, അസസ്മെൻറ്റ് ഇയർ, previous year, person, SSC, income, gross total income, rate of tax applicable to individual SSC, income from salary, house property, business, capital gain and other sources, computation of total income, deductions and exemption, tax planning, income tax return. ഇത്ര കാര്യങ്ങൾ നമുക്ക് ഇൻകം ടാക്സിൽ നിന്നും ചോദിക്കുന്ന ഭാഗങ്ങളാണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരുന്ന കാര്യങ്ങളാണ്. Introduction to cost accountancy, accounting and control of material, cost accounting and control of labor cost, accounting for overheads, marginal costing, standard costing, break-even costing, break-even analysis, cost reduction, cost management. ഇത്ര കാര്യങ്ങൾ. പിന്നെ മാനേജ്മെൻറ്റിൽ നേച്ചർ ആൻഡ് ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ്, സ്കൂൾസ് ഓഫ് മാനേജ്മെൻറ്റ്, തോട്ട് ആൻഡ് പ്ലാനിങ്, organizing, controlling, directing, staffing, leadership and theories, motivation and theories and TQM. TQM means total quality management. അത്ര കാര്യങ്ങൾ. പിന്നെ നെക്സ്റ്റ് വരുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ പറഞ്ഞു.
പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് ആണ്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ വരുന്ന കാര്യങ്ങളാണ്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൽ മാർക്കറ്റിംഗ് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്, കൺസ്യൂമർ ബിഹേവിയർ, പ്രോസസ് ഓഫ് കൺസ്യൂമർ ബൈയിങ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻ, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ, പ്രൊഡക്റ്റ് മീനിങ്, ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൊഡക്ട്സ്, കോൺസെപ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഐറ്റം, പ്രൊഡക്റ്റ് ലൈൻ ആൻഡ് പ്രൊഡക്റ്റ് മിക്സ്, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, stages of PLC, promotion, concept, push and pull mix, types of promotion, advertising, personal selling, sale promotion and public relation. അപ്പോൾ മാർക്കറ്റിങ്ങിൽ കുറച്ച് വൈഡായിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾ ബികോമിനൊക്കെ പഠിക്കുന്ന കാര്യങ്ങളാണ്, BBAക്കും ബികോമിനും ഒക്കെ. അപ്പോൾ ഈ ടോപ്പിക്ക് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചെടുക്കാം. പിന്നെ അടുത്തത് മാർക്കറ്റിങ്ങിൽ 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതുപോലെ ഓഡിറ്റിംഗ് ആണ്, അതിലും ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് വരിക. അപ്പം ഓഡിറ്റിൽ ഓഡിറ്റ് പ്രോസസ്, ഇൻറ്റേർണൽ ചെക്ക്, പ്രിപ്പറേഷൻ ബിഫോർ ഓഡിറ്റ്, ഓഡിറ്റ് പ്രോഗ്രാം, ഓഡിറ്റ് പ്രോസസ്, ഓഡിറ്റ് നോട്ട്ബുക്ക്, ഓഡിറ്റ് വർക്കിംഗ് പർപ്പസ്, ഓഡിറ്റ് ഫയൽസ്, ഇൻറ്റേർണൽ കൺട്രോൾ, ഇൻറ്റേർണൽ ചെക്ക്, വൗച്ചിങ് ആൻഡ് വെരിഫിക്കേഷൻ, ഓഡിറ്റേഴ്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ്, ഇൻവെസ്റ്റിഗേഷൻ വേഴ്സസ് ഓഡിറ്റിംഗ്. ഇത്ര കാര്യങ്ങളാണ് ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. പിന്നെ വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മാനേജീരിയൽ ഇക്കണോമിക്സ് ആണ്. ഇതിൽ വരുന്നത് ഡിമാൻഡ് എസ്റ്റിമേഷൻ, ഡിമാൻഡ്, ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്, പ്രൈസ് ഇൻകം, അഡ്വർടൈസ്മെൻറ്റ്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, തിയറി ഓഫ് പ്രൊഡക്ഷൻ, പ്രൈസിംഗ് പോളിസി ആൻഡ് പ്രാക്ടീസസ്, ബിസിനസ് സൈക്കിൾ. ഇത്ര കാര്യങ്ങൾ. പിന്നെ കമ്പനി ലോ ആണ്. കമ്പനി ലോയിൽ ഇൻട്രൊഡക്ഷൻ ടു കമ്പനി ലോ, കമ്പനി മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അപ്പോയിൻമെൻറ്റ്, ഫങ്ഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ബോർഡ് കമ്മിറ്റി, ഓഡിറ്റ് കമ്മിറ്റി, ബോർഡ് മീറ്റിംഗ്, dissolution of transparency, annual returns, winding up, voluntary winding up by national company law board, then winding up by liquidators, procedures of liquidation. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമ്മുടെ സിലബസിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഈ എല്ലാ സിലബസിലും വരുന്ന ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ അതിലാണ് ചെയ്യുന്നത്. അപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള സിലബസ് കിട്ടും. അപ്പോൾ ഈ സിലബസ് വെച്ചിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് തുടങ്ങാം, പെട്ടെന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചെടുക്കുക. എല്ലാ സബ്ജക്ട്സും ഉണ്ട്. നിങ്ങൾ ബികോമിനൊക്കെ പഠിക്കുന്ന ഒരുവിധം സബ്ജക്ട്സ് ഒക്കെ ഉണ്ട്. +2 പഠിച്ചിട്ടുള്ള സബ്ജക്ട്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും എക്സാം നന്നായിട്ട് അപ്രോച്ച് ചെയ്യുക. പഠിച്ചിട്ടുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് മറ്റ് എക്സാം പോലെ പ്രിലിംസും മെയിൻസും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരൊറ്റ എക്സാമിന് നന്നായിട്ട് നിങ്ങൾ പഠിച്ചാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്താൽ ഒരുപാട് പ്രയോജനം ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. എല്ലാവർക്കും താങ്ക് യു.